എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്റ്റാർ പുളി എന്ന് പറയുന്ന പുളി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചതുരപ്പുളി എന്ന് പറയും, അതുകൊണ്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മാത്രമല്ല, നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ അതേ ഈ പുളിയാണ് കേട്ടോ നമ്മൾ ഇന്ന് അച്ചാറുണ്ടാക്കിയെടുക്കുന്നത്. ഇതിനെ ചതുരപ്പുളി, ആരംപുളി അല്ലെങ്കിൽ സ്റ്റാർ പുളി എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നല്ല നാടൻ മുളകാണ്. പിന്നെ ഇത്തിരി ഇഞ്ചിയും പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഇതൊരു 2 തുടം വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ 2 സൈഡുകളും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ എന്നിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് കിട്ടുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല സ്റ്റാർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം കട്ടിയിൽ, ഭയങ്കര നൈസാക്കണ്ട, ഇതേ ഒരു സൈസിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ, നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ പച്ചമുളക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നടുകീറൽ മാത്രം ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് എല്ലാതും എടുത്തിട്ടൊന്ന് നടുകീറി മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ എല്ലാതും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി നമുക്ക് വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിന് വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇഞ്ചിയും ഇതേ പരുവത്തിൽ തന്നെ അരിഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈ വെളുത്തുള്ളി ഞാനിവിടെ നടുവൊന്ന് മുറിച്ചിടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതും അത്യാവശ്യം വലിപ്പമുള്ളതിൻ്റെ മാത്രമാണ് കേട്ടോ നടുവ് മുറിച്ചിടുന്നത്. ബാക്കിയൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഫുള്ളായിട്ട് തന്നെ ഇടുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ വെളുത്തുള്ളിയും അരിഞ്ഞൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ എല്ലാതും നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് കായം, ഇത്രയും കായം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് എടുക്കേണ്ടത് കടുകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ കടുക് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടുകും ഉലുവയും ഒരുമിച്ച് വറക്കാം. പക്ഷെ കായം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് കായാണ് കേട്ടോ വറുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, കായം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കായം കൂടി ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ പൊടിയത്തക്ക രീതിയിൽ വേണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ നമ്മളിവിടെ കായൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഈ എണ്ണയൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ കടുക് ഉലുവയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ കടുകൊക്കെ ചൂടായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരും. അതുപോലെ തന്നെ ഉലുവ ഒരു ഡാർക്ക് ബ്രൗൺ കളറാവും കേട്ടോ. അതപ്പോൾ പൊട്ടി വരുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി നമ്മുടെ കായം കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കായൊക്കെ ഇതൊക്കെ ഓൾറെഡി ആയി, ഫ്ലെയിമൊക്കെ നമ്മൾ ഓഫാക്കി. ഇനി ഇതിനൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ഇടിക്കല്ല് കണ്ടല്ലോ, ഇതിലേക്കാണ് കേട്ടോ അത് ചൂടാറിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല വണ്ണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതേ ഒരു പരുവത്തിൽ നമ്മൾ ഇതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പൊടിച്ചെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു 100 ml കുപ്പിയിൽ ഫുള്ള് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉലുവ, വളരെ കുറച്ച് മാത്രം, ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കുണ്ടല്ലോ ഞാൻ വറ്റൽമുളക് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ സമയത്ത് ഇട്ട് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച എണ്ണ ആയതുകൊണ്ട് വറ്റൽമുളക് പെട്ടെന്ന് തന്നെ കറുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളത് ഇടണ്ട. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രണ്ടാമത് ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇടരുത്.
ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. പിന്നെ ഇതേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്തത്. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ വറ്റൽമുളക് കറുത്തുണ്ടെന്ന്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും മാറ്റിയെടുക്കുക എന്നിട്ട്. അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ആ സമയത്ത് ഇടരുത് പറഞ്ഞത്. ഇനി ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറിൽ നല്ല കളറിൽ തന്നെ അത് നിൽക്കും. ഇപ്പം നോക്കി ഇതുകൊണ്ടൊരു ഡാർക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ആദ്യം ഇടരുത്, ഇനി ഞാൻ ഇടുമ്പോൾ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മളിപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കായൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറിനൊന്നും ചേഞ്ച് സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൊറുക്ക ഒഴിച്ചു കൊടുക്കാൻ പോകട്ടെ. അപ്പോൾ ചൊറുക്ക അല്ലെങ്കിൽ വിനീഗർ എന്ന് പറയില്ലേ അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ ആ കപ്പ് ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഉപ്പൊന്നും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ പുളിക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ അച്ചാറിൽ കുറച്ച് മധുരത്തിന് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഇനിയാണ് നമ്മൾ ഈ പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഈ പുളിയും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതൊന്ന് എല്ലാവിടേക്കും ആകത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുണ്ടല്ലോ കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇളക്കുന്ന കയ്യിലുണ്ടല്ലോ ആ കയ്യിൽ ഒരു 2 ടീസ്പൂൺ കയ്യിലാണ് കേട്ടോ ഈ ചൊറുക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. സാധാരണ നമ്മൾ ഈ പുളി വെച്ചിട്ട് അങ്ങനെ അധികം അച്ചാർ ഉണ്ടാക്കാറില്ല. പക്ഷെ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ ഞാനത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതേ എക്സ്ട്രാ നമ്മൾ ഇത്തിരിയും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കിട്ടുകയാണെങ്കിൽ കേട്ടോ. ഇതെനിക്കറിയില്ല ഇത് എത്രത്തോളം കിട്ടും എന്നുള്ളത്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.